മൃഗങ്ങളുടെ രാജാവായി സിംഹത്തെ അറിയപ്പെടുന്നു. എന്നാൽ അതിനേക്കാൾ ശക്തിയും ബലവും ധൈര്യവും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ മേൽ ദൈവം പകർന്നിരിക്കുന്നു. 91 സങ്കീർത്തനം 13 സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അതെ, ദൈവവചനത്തിൽ പല ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദാവീദ് സിംഹത്തെ അടിച്ചു കൊന്നു. ശിംശോൻ സിംഹത്തിൻ്റെ വായെ കീറി കൊന്നുകളഞ്ഞു. ദാനിയേലിനെ സിംഹം ഛേദിക്കാത്ത വിധം ദൈവം അവയുടെ വായെ അടച്ചു കളഞ്ഞു. അതെ, 91 സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവം ഒരുവന് പരിപാലകനായിരുന്നാൽ അത്യുന്നതൻ ഒരുവൻ്റെ മേൽ മറവ് അല്ലെങ്കിൽ സംരക്ഷണം കൽപ്പിച്ചാൽ സിംഹത്തിൻ്റെ മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അതെ, ശത്രുവിൻ്റെ അധികാരങ്ങളെ തോൽപ്പിക്കുന്ന ഒരു അധികാരം ദൈവം നമ്മളുടെ മേൽ നൽകി തന്നിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ, ആരാധനയുടെ, നമ്മുടെ ജീവിതത്തിൽ ദൈവിക വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്നതിൻ്റെയൊക്കെ വില ഗ്രഹിക്കേണ്ടും വണ്ണം ഗ്രഹിക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. എന്നാൽ ബാലസിംഹത്തേക്കാൾ, അണലിയേക്കാൾ, പെരുമ്പാമ്പിനേക്കാൾ ഒക്കെ ശക്തിയേറിയ ദൈവപ്രവൃത്തി നമ്മളുടെ മേൽ ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ആരോഗ്യം കൊണ്ടും ശക്തി കൊണ്ടും വേഗത കൊണ്ടും ഒക്കെ സിംഹത്തിനോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കോ ഒക്കെ നമ്മളെ കീഴ്പ്പെടുത്തുവാൻ കഴിയുമെങ്കിലും നാം ദൈവാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ദൈവിക സാന്നിധ്യവും സംരക്ഷണവും ദൈവം നമ്മളുടെ മേൽ പകർന്നിരിക്കുന്നു. സക്രിയ പ്രവചനം 2-8 നിങ്ങളെ തൊടുന്നവൻ അവൻ നിൻ്റെ കൺമണിയെ തൊടുന്നു എന്ന് കാണുന്നു. പിന്നെയും പുറപ്പാട് 14 യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. അതെ, പ്രതികൂലങ്ങളും അനർത്ഥങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം മിണ്ടാതിരുന്നാൽ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് നാം മറന്നു പോകരുത്. അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 10-19 പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടിക്കളയുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. അതെ, ഒരു ശക്തിക്കും നമുക്ക് ദോഷം വരുത്താതെ വണ്ണം ദൈവം നമ്മെ സംരക്ഷിച്ച് പരിപാലിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ഇല്ലായ്മ ചെയ്യത്തക്കവണ്ണമുള്ള ദൈവിക അധികാരം സ്വർഗത്തിലെ ദൈവം നമ്മളുടെ മേൽ പകർന്നിരിക്കുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, റോമാലേഖനം 16 അതിൻ്റെ 20 പാമ്പുകളെയും സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കീഴെ ചതച്ചു കളയും. അതെ, സർവശക്തനാകുന്ന ദൈവം ശത്രുവിനെ ഇല്ലായ്മ ചെയ്യും. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ യേശു ശത്രുവിൻ്റെ തലയെ തകർത്തു. യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹമായവൻ അതെ ശത്രുവിൻ്റെ തലയെ തകർത്തു. നമ്മളെ മക്കളും അവകാശികളുമാക്കി സ്വാതന്ത്ര്യം നമ്മളുടെ മേൽ കൽപ്പിച്ചു. ഇന്ന് നാം അടിമത്തത്തിലായിരിക്കേണ്ടുന്നവരല്ല, പിന്നെയോ സിംഹത്തെയും അണലിയെയും പാമ്പിനെയും ബാലസിംഹത്തെയും ഒക്കെ മെതിച്ച് സർവശക്തനാകുന്ന ദൈവത്തിന് വേണ്ടി ശക്തി പുറപ്പെടുവിക്കുന്നവരായി ജയാളികളായി തീരുവാൻ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.